ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു നമ്പറിൻ്റെ ഫാക്ടർ എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു നമ്പറിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് ആ നമ്പറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പറിനെയാണ് ആ നമ്പറിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. നമ്മൾ 6 എന്ന് പറഞ്ഞ നമ്പർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫാക്ടർ ഏതൊക്കെയാണെന്ന് നോക്കാം. 6ൻ്റെ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്ന 1 ആണ്. 6നെ നമുക്ക് 1 വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അടുത്ത ഫാക്ടർ എന്ന് പറയുന്നതാണ് 2 വെച്ച് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഫാക്ടറാണ് 3 വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഫാക്ടറാണ് 6. ഈ 4 നമ്പേഴ്സ് വെച്ചിട്ട് മാത്രമേ നമ്മൾ 6നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ 6ൻ്റെ ഫാക്ടറാണ് 1, 2, 3, 6. നമുക്ക് 4 ഫാക്ടർ ഉണ്ട് 6ന്. വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. 8 എന്ന് പറയുന്ന നമ്പർ, അതിന് 1, 2, 4, 8 4 ഫാക്ടറാണ് ഉള്ളത്. ഈ 4 നമ്പർ വെച്ചിട്ട് മാത്രമേ 8നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത ഒരു നമ്പറാണ് 7ൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് 1, 7. ഈ 2 നമ്പർ വെച്ചിട്ട് മാത്രമേ 7നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഒരു കേസും കൂടി കൺസിഡർ ചെയ്യാം. 6ൻ്റെ ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ 1 എന്ന് പറയുന്ന നമ്പറും 6 എന്ന് പറയുന്ന നമ്പറും അതിൻ്റെ ഫാക്ടറാണ്. അതേപോലെ 8 എന്ന് പറയുന്ന നമ്പർ കൺസിഡർ ചെയ്യുമ്പോൾ 1 എന്ന് പറയുന്ന നമ്പറും 8 എന്ന് പറയുന്ന നമ്പറും അതിൻ്റെ ഫാക്ടറാണ്. അതേപോലെ 7 എന്ന് പറയുന്ന നമ്പർ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫാക്ടറാണ് 1, 7. സോ എല്ലാ നമ്പറിൻ്റെയും ഒരു ഫാക്ടറാണ് 1 എന്ന് പറയുന്നതും ആ സെയിം നമ്പർ. താങ്ക് യു ഓൾ.